എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഡിഫിക്കൽട്ടായ ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ബിഗിനേഴ്സിന് മാത്രമല്ല, ഒരു ട്രേഡേഴ്സിന്, അതായത് എക്സ്പീരിയൻസ് ട്രേഡേഴ്സിന് പോലും ഇന്ന് ഓപ്ഷൻ ബയ്യേഴ്സിന് വളരെ റിസ്ക്കിയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡ് വേയിലൂടെയാണ് ഇന്ന് പോയത്. ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ ഇതാ നോക്കി, ഇവിടെയാണ് ഓപ്പൺ ചെയ്ത് 9.15 ഓപ്പൺ ചെയ്തു. ഈ ഒരു റേഞ്ചിനകത്താണ് ഇന്ന് നിഫ്റ്റി ട്രേഡായിരിക്കുന്നത്. ഏകദേശം എത്ര പോയിൻ്റ് അറിയോ? നോക്കൂ, വെറും 60 പോയിൻറ്റിനകത്താണ് ഇന്ന് നിഫ്റ്റി ട്രേഡായിക്കൊണ്ടിരുന്നത്. അവസാന നിമിഷത്തിൽ, അതായത് ഇത് 15 മിനിറ്റ് ക്യാൻഡിലാണ്, 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ലാസ്റ്റ്, അതായത് 2.15 മണിക്ക് ശേഷമുള്ള ആ ഒരു ക്യാൻഡിൽ മാത്രമാണ് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തിയത്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 90 പോയിൻറ്റിനകത്താണ് ഇതിനകത്ത് ഒരു ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. അതുവരെ ഒരു വല്ലാത്ത ഒരു സൈഡ് വേ തന്നെയായിരുന്നു. ഏകദേശം 2 മണിവരെയും വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 200 പോയിൻറ്റ് 170 പോയിൻറ്റിനകത്ത് ട്രേഡായിട്ടുണ്ടെങ്കിൽ കൂടി ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് പ്രോപ്പറായ ഒരു എൻട്രിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കൂ, ഈ ഒരു റേഞ്ചിനകത്താണ് ഇന്ന് ട്രേഡായിരിക്കുന്നത്. ഏകദേശം ഒരു 150 പോയിൻറ്റിനകത്താണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ട്രേഡായിരിക്കുന്നത്. പക്ഷേ ഈ 150 പോയിൻറ്റിനകത്ത് ട്രേഡായാൽ നമുക്ക് കറക്റ്റായിട്ട് വൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഇവിടെ ഭയങ്കരമായൊരു സൈഡ് വേണ്. നോക്കൂ, ഒരു ചെറിയ എം പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട് 15 മിനിറ്റ് ക്യാൻഡിലിൽ. അതുകൊണ്ട് നാളെ ചിലപ്പോൾ ഈ ഒരു സ്വിങ് വരെ വന്നിട്ടായിരിക്കാം മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകുന്നത്. മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് തന്നെ 55,000 എന്നുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് ആക്ട് ചെയ്തുകൊണ്ടാണ് ഇനി താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരിക. അതേസമയം നിഫ്റ്റി ഇന്ന് 26,000 ടച്ച് ചെയ്തിട്ടുണ്ട്. 26,011 ആൾ ടൈം ഹൈ ആയി വന്നിരിക്കുന്നത്. ഇന്നും പുതിയ റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, പതിയെ ഇനി താഴത്തേക്ക് വരുന്ന രൂപത്തിൽ നിഫ്റ്റി കാണിച്ചിട്ടുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി 55,000 ടച്ച് ചെയ്യാതെ നിഫ്റ്റിന് താഴേക്ക് വരികയില്ല. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലും നിഫ്റ്റി 55,000 പോകുന്നത് വരെ നമുക്കൊരു സൈഡ് വേ പ്രതീക്ഷിക്കാം. ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് മാർക്കറ്റ് ഒരു സൈഡ് വേ ആയിരിക്കും. കാരണം 26,000-ഉം 55,000-ഉം ടച്ച് ചെയ്യാൻ വേണ്ടി ഇവർ ഈ ആഴ്ച മുഴുവൻ മന്ത് എക്സ്പയറി കൂടെയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ നല്ലവണ്ണം ചിന്തിച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യണം. ഓപ്ഷൻ ബയ്യിങ്ങിലേക്ക് ഇറങ്ങണം. ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. പക്ഷേ നല്ലൊരു ഹൈക്ക് വന്നു കഴിഞ്ഞാൽ അവരും കുടുങ്ങും. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ വലിയ ഹൈക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഫിൻ നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും വലിയ ഒരു റാലിയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഏതായിരുന്നാലും ഇന്നലെ പറഞ്ഞ നമ്മുടെ ലെവൽസ് എന്തായി എന്നുള്ളത് നോക്കാം. 25,960 മുകളിലാണ് നമ്മളൊരു എൻട്രി പറഞ്ഞത് 1 അവർ ടൈം ഫ്രെയിമിൽ. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് അതിന് താഴെയാണ്. താഴെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തില്ല. സെക്കൻഡ് ക്യാൻഡിലും ക്രോസ് ചെയ്തില്ല. ഫോർത്ത് ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫോർത്ത് ക്യാൻഡിൽ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ 5-ാമത്തെ ക്യാൻഡിൽ റീടെസ്റ്റ് നടത്തി എൻട്രി പ്രൈസിനും അല്പം താഴെ വന്നതിന് ശേഷം റിട്ടേൺ അടിച്ച സമയത്ത് നമുക്ക് ഇവിടെ നിന്നും എൻട്രി ലഭിച്ചു. ഇവിടെ നിന്നും എൻട്രി ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് നോക്കൂ, 45 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാര്യമായ പ്രോഫിറ്റ് അല്ല, എന്നിരുന്നാലും നമ്മുടെ ഈ ടെക്നിക്കൽ അനാലിസിസിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഈ താഴത്തേക്കുള്ള ലെവൽ നമ്മൾ നോക്കേണ്ടതില്ല, താഴത്തേക്ക് വന്നിട്ടില്ല. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 54,200 മുകളിലാണ് നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നത്. അതിനുശേഷം ഒരു ക്യാൻഡിൽ, അതായത് സെക്കൻഡ് ലാസ്റ്റ് 1 അവർ ക്യാൻഡിൽ മാത്രമാണ് ക്രോസ് ചെയ്തിട്ടുള്ളൂ. അതും ക്ലോസ് ചെയ്തിട്ടില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടില്ല. താഴത്തേക്ക് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഒരു ചെറിയ പോയിൻ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നാളെ ഏത് തരത്തിലാണ്
ട്രേഡ് എടുക്കാൻ കഴിയുക എന്നുള്ളത് നോക്കാം. ഇതുപോലുള്ള ഒരു സൈഡ് വേ മാർക്കറ്റ് ആണെങ്കിൽ നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. ഞാൻ ഇന്നലെ തെറ്റായ ഒരു ഇൻഫർമേഷനാണ് കൊടുത്തത്. അത് രാവിലത്തെ ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ബുധനാഴ്ചയാണെന്ന് വിചാരിച്ച് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി അല്ല, ഫിൻ നിഫ്റ്റി ആയിരുന്നു എന്നുള്ളത് ടൈറ്റിൽ എഴുതുമ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ടൈറ്റിൽ വിരോധാഭാസമായിട്ട് എഴുതിയിരുന്നത്. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് നാളെ നിഫ്റ്റിയിൽ ഏതെല്ലാം ലെവലുകളാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. നമുക്ക് ഇന്നത്തെ ആൾ ടൈം ഹൈയായ 26,011 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. എന്നാൽ മുകളിലേക്ക് എടുത്തു പോകാം. താഴത്തേക്കാണെങ്കിൽ ഞാൻ നേരത്തെ ലൈന് വരച്ചു 25,850 താഴെ നമുക്ക് താഴേക്കും എൻട്രി എടുത്ത് വരാം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായും ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് സൂചനകൾ കാണിക്കുന്നത്. പക്ഷേ 55,000 എന്നുള്ള ഒരു റേഞ്ച് ടച്ച് ചെയ്തിട്ടായിരിക്കാം തിരിച്ച് താഴത്തേക്ക് വരിക എന്ന് നമുക്ക് അനുമാനിക്കാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ലൈനിനകത്ത്, ഈ ഒരു ട്രെൻഡിനകത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ട്രാവലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ തീർച്ചയായും ബ്രേക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇനി താഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. താഴത്തേക്ക് നാളെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നാളെ ഒരു 55,000 ഇനി കൂടുതലൊന്നുമില്ല, 1,600 പോയിൻ്റേ ഉള്ളൂ. 55,000 ടച്ച് ചെയ്തുകൊണ്ട് താഴെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും. ഇങ്ങനെയാണല്ലോ മാർക്കറ്റ് സഞ്ചരിക്കുക. 52,870 താഴെ മാത്രമേ നമുക്ക് പ്രോപ്പറായ ഒരു എൻട്രിക്ക് സാധ്യതയുള്ളൂ ഡൗൺ സൈഡിലേക്ക്. പക്ഷേ അതിനു മുൻപ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതിന് താഴെ നമുക്ക് എൻട്രി പോസിബിളാണ്. 53,090 താഴെ, 53,090 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ നമുക്ക് വാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ അതിന് മുന്നേ ഒരു സപ്പോർട്ടുണ്ട്, ദാ ഇവിടെ. ഓക്കെ, 52,850 വരെ ഒരു 250 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അതിനും താഴെ വരികയാണെങ്കിൽ 52,250. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ അപ്സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ 54,250 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. റീടെസ്റ്റ് നടത്തുന്ന സമയത്ത് അല്പം താഴത്തേക്ക് വരും. താഴെ വന്ന് ഈ ലൈനിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എൻട്രി എടുത്ത് മുകളിലേക്ക് പോകാം. ഓക്കെ, താഴത്തേക്ക് 53,090 താഴെ എൻട്രി എടുക്കാം. 52,850 ഫസ്റ്റ് സപ്പോർട്ട് വാച്ച് ചെയ്യണം. സെക്കൻഡ് 52,400 വരെയും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് കറക്റ്റായ സമയത്ത് പ്രോപ്പറായ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, മാർക്കറ്റിലേക്ക് പഠിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.